ഹലോ, ഞാൻ അക്ഷയ് IHATSEL027 പഠിക്കുന്നു. ഞങ്ങളിവിടെ പറയാൻ പോകുന്നത് സർക്യൂട്ട് സ്വിച്ചിങ് നെറ്റ്വർക്കിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് നോക്കാം. അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്താണ് സർക്യൂട്ട് സ്വിച്ചിങ് എന്നൊക്കെയാണ് ഞാൻ ഇതിലൂടെ പറയുന്നത്. ആദ്യം നമുക്ക് സ്വിച്ചിങ് എന്താണെന്ന് നോക്കാം. Switching is the mechanism of moving information between different networks. സ്വിച്ചിങ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഫർമേഷൻ ഡിഫറെൻറ്റ് നെറ്റ്വർക്കിലേക്ക് പാസ് ചെയ്യാനുള്ള ഒരു മെക്കാനിസമാണ്. അടുത്ത പോയിന്റ് നോക്കാം. ഇൻ ലാർജ് നെറ്റ്വർക്ക്സ് ദർ മൈറ്റ് ബി മൾട്ടിപ്പിൾ പാത്ത് ലിങ്കിങ് സെൻഡർ ആൻഡ് റിസീവർ ഇൻഫർമേഷൻ മേ ബി സ്വിച്ച്ഡ് ആസ് ട്രാവൽസ് ത്രൂ വേരിയസ് കമ്മ്യൂണിക്കേഷൻ. എന്നുവെച്ചാൽ ഇൻ ലാർജർ നെറ്റ്വർക്ക്സ് ദർ മൈറ്റ് ബി മൾട്ടിപ്പിൾ പാത്ത്സ് ലിങ്കിങ് സെൻഡർ. വലിയ പാത്തിലൊക്കെ മറ്റേ കുറേ സെൻഡറിനോ റിസീവറിനോ ലിങ്ക് ചെയ്യാൻ കുറേ പാത്ത് ഉണ്ടാവും. ഇൻഫർമേഷൻ മേ ബി സ്വിച്ച്ഡ് ആസ് ഇറ്റ് ട്രാവൽസ് ത്രൂ വേരിയസ് കമ്മ്യൂണിക്കേഷൻ. അതുകൊണ്ട് ഇൻഫർമേഷൻ മറ്റേ വേരിയസ് ഇതിൽ കൂടെ ചാനലിൽ കൂടെയാണ് ട്രാവൽ ചെയ്യുന്നത്. അടുത്ത് നോക്കാം. സ്വിച്ചിങ് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് സർക്യൂട്ട് സ്വിച്ചിങ്, മെസ്സേജ് സ്വിച്ചിങ്, പാക്കറ്റ് സ്വിച്ചിങ്. നമുക്ക് ഓരോന്നോരോന്ന് നോക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് സർക്യൂട്ട് സ്വിച്ചിങ്. സർക്യൂട്ട് സ്വിച്ചിങ് എന്താണെന്ന് നോക്കാം. When two nodes communicate with each other over a dedicated communication path, it is called circuit switching. When two nodes communicate with each other over a dedicated communication path, it is called circuit switching. എപ്പോൾ രണ്ട് നോട്ട്സ് എന്ന് പറയുമ്പോൾ ഒരു കമ്പ്യൂട്ടറായിട്ട് കണക്കാക്കാം. കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ, കമ്മ്യൂണിക്കേഷൻ രണ്ടും കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുമ്പോൾ ഡെഡിക്കേറ്റഡ് കമ്മ്യൂണിക്കേഷൻ പാത്ത് വിത്ത് ഈച്ച് അതർ ഓവർ എ ഡെഡിക്കേറ്റഡ് കമ്മ്യൂണിക്കേഷൻ പാത്ത്. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പാത്ത് ഉണ്ടെങ്കിൽ അതിനാണ് സർക്യൂട്ട് സ്വിച്ചിങ് എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. There is a need of pre-specified route from which data will travel and no other data is permitted. There is a need of pre-specified route from which data will travel and no other data is permitted. Next point okay. In circuit switching, a dedicated channel is set up for a single connection between the sender and recipient during the communication. സർക്യൂട്ട് സ്വിച്ചിങ്ങിൽ ഡെഡിക്കേറ്റഡ് ചാനൽ സെറ്റപ്പ് സിംഗിൾ കണക്ഷന് വേണ്ടി സെറ്റപ്പ് ചെയ്തിട്ടുണ്ടാകും ബിറ്റ്വീൻ ദ സെൻഡർ ആൻഡ് റെസിപ്റ്റൻറ്റ് ഡ്യൂറിങ് ദ കമ്മ്യൂണിക്കേഷൻ സെഷൻ. ഇത് ബിറ്റ്വീൻ ദ സെൻഡർ ആൻഡ് റെസിപ്റ്റൻറ്റ് ഡ്യൂറിങ് കമ്മ്യൂണിക്കേഷൻ സെഷൻ. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. വൺസ് ദ കണക്ഷൻ ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ബിറ്റ്വീൻ ടു പാർട്ടീസ് ഇറ്റ് വിൽ അവൈലബിൾ ടിൽ എൻഡ് ഓഫ് ദി കോൺവെർസേഷൻ. ഇപ്പോൾ രണ്ട് പാർട്ടീസിന് ബിറ്റ്വീനായിട്ട് ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്താൽ അത് തീർന്നവരെ അത് കോൺവെർസേഷൻ തീർന്നവരെ അത് അവൈലബിൾ ആയിരിക്കും. അതാണ് സർക്യൂട്ട് സ്വിച്ചിൻ്റെ ഒരു പോയിന്റ്. ദ ചാനൽ ഈസ് റിസർവ്ഡ് ബിറ്റ്വീൻ ദ യൂസേഴ്സ് ടിൽ കണക്ഷൻ ഈസ് ആക്റ്റീവ്. ആ ചാനൽ റിസർവ്ഡ് ആയിരിക്കും, യൂസേഴ്സിന് റിസർവ്ഡ് ആയിരിക്കും. കണക്ഷൻ ആക്റ്റീവ് ആവുന്ന വരെ ചാനൽ റിസർവ്ഡ് ആയിരിക്കും. അടുത്ത പോയിന്റ്. ഇൻ ടെലിഫോൺ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ദ നോർമൽ വോയിസ് കോൾ ഈസ് എക്സാമ്പിൾ ഓഫ് സർക്യൂട്ട് സ്വിച്ചിങ്. ഒരു സർക്യൂട്ട് സ്വിച്ചിൻ്റെ എക്സാമ്പിളാണ് ഒരു സാധാരണ നോർമൽ വോയിസ് കോള് സർക്യൂട്ട് സ്വിച്ചിങ്ങിന് ഒരു എക്സാമ്പിളാണെന്ന് പറയുന്നത്. ദ ടെലിഫോൺ സർവീസ് പ്രൊവൈഡർ മെയിൻറ്റെയിൻ എ അൺബ്രോക്കൺ ലിങ്ക് ഫോർ ഈച്ച് ടെലിഫോൺ കോൾ. ടെലിഫോൺ സർവീസ് പ്രൊവൈഡർ ഒരു ലിങ്ക് പ്രൊവൈഡ് ചെയ്യും, ഒരു അൺബ്രോക്കൺ ലിങ്ക് പ്രൊവൈഡ് ചെയ്യും ടെലിഫോൺ കോളിന്. Application ആണ് which use circuit switching may have to go through three phase of application ആണ് circuit switching. ഒന്ന് establish a circuit, transfer the data, disconnect the circuit. ഈ മൂന്ന് ഇതാണ് ഈ സർക്യൂട്ട് സ്വിച്ചിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ. ഇനി നമുക്ക് സർക്യൂട്ട് സ്വിച്ചിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് നോക്കാം. അഡ്വാൻറ്റേജ്: the dedicated path circuit established between sender and receiver provide a guaranteed data rate. The dedicated path
or circuit established between sender and receiver provide a guaranteed data rate. രണ്ടാമത്തെ പോയിന്റ്, once the circuit is established, ഒരു സർക്യൂട്ട് എസ്റ്റാബ്ലിഷ് ചെയ്താൽ ഡാറ്റ ഈസ് ട്രാൻസ്മിറ്റഡ് വിത്തൗട്ട് എനി ഡിലേ, ഡാറ്റ ഒരു ഡിലേ കൂടാതെ ട്രാൻസ്മിറ്റ് ചെയ്യും. ആസ് ദർ ഈസ് നോ വെയിറ്റിംഗ് ടൈം അറ്റ് ഈച്ച് സ്വിച്ച്, ഒരു വെയിറ്റിംഗ് ടൈം ഇല്ലാണ്ട് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യും, ഒരു ഡിലേ ഇല്ലാണ്ട് ആണ്. മൂന്നാമത്തെ, സിൻസ് എ ഡെഡിക്കേറ്റഡ് കണ്ടിന്യൂസ് ട്രാൻസ്മിഷൻ പാത്ത് ഈസ് എസ്റ്റാബ്ലിഷ്ഡ്, ഒരു ഡെഡിക്കേറ്റഡ് കണ്ടിന്യൂസ് ട്രാൻസ്മിഷൻ പാത്ത് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ദ മെത്തേഡ് ഈസ് സൂട്ടബിൾ ഫോർ ലോങ് കണ്ടിന്യൂസ് ട്രാൻസ്മിഷൻ, ആ മെത്തേഡ് ലോങ് കണ്ടിന്യൂസ് ട്രാൻസ്മിഷന് വേണ്ടി യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഡിസഡ്വാൻറ്റേജസ് നോക്കാം, സർക്യൂട്ട് സ്വിച്ചിൻ്റെ ഡിസഡ്വാൻറ്റേജസ് നോക്കാം. ഡിസഡ്വാൻറ്റേജസ് 1, ആസ് ദ കണക്ഷൻ ഈസ് ഡെഡിക്കേറ്റഡ് ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് ടു ട്രാൻസ്മിറ്റ് എനി അതർ ഡാറ്റ ഈവൺ ഇഫ് ദ ചാനൽ ഈസ് ഫ്രീ. It is inefficient in terms of utilization of system resources, as resources are allocated for entire during of connection. These are not available to other connection. മൂന്നാമത്തെ, ഡെഡിക്കേറ്റഡ് ചാനൽ റിക്വയർ മോർ ബാൻഡ് വിഡ്ത്ത്, ഡെഡിക്കേറ്റഡ് ചാനലിലും മോർ ബാൻഡ് വിഡ്ത്ത് ആവശ്യമാണ്. നാലാമത്തെ, prior to actual data transfer, the time required to establish a physical link between the two stations is too long. Prior to actual data transfer, the time required to establish, ടൈം ആവശ്യമായി വരുന്ന ഫിസിക്കൽ ലിങ്ക് ബിറ്റ്വീൻ ടു, അത് ടു ലോങ് ആണ്, ടൈം ആവശ്യമായി ഫിസിക്കൽ ലിങ്ക്. ഇനി നമുക്ക് അടുത്ത ഇതിലേക്ക് ക്ലാസിഫിക്കേഷനിൽ പോകാം. മെസ്സേജ് സ്വിച്ചിങ്. ഇൻ മെസ്സേജ് സ്വിച്ചിങ് it is not necessary to establish a dedicated path between transmitter and receiver. മെസ്സേജ് സ്വിച്ചിങ്ങിൽ മറ്റൊരു ഡെഡിക്കേറ്റഡ് പാത്ത്, ട്രാൻസ്മിഷൻ റിസീവർ ഡെഡിക്കേറ്റഡ് പാത്ത് ആവശ്യമില്ല. ഇൻ മെസ്സേജ് സ്വിച്ചിങ്, when source node sends a message, the destination address is appended to the message. So in message switching there is no need to establish a dedicated path between two communication nodes. Another point, for sending message there are many intermediate message switching nodes which are responsible for transferring the message, and the message is transmitted as a whole from switching node to destination node. ഇനി അടുത്ത പോയിന്റ് നോക്കാം. ഈച്ച് മെസ്സേജ് സ്വിച്ചിങ് നോഡ് റിസീവ് ദ എൻറ്റയർ മെസ്സേജ്, സ്റ്റോർ ഇറ്റ്സ് എൻറ്റയർലി ഓൺ ഡിസ്ക് ആൻഡ് ദെൻ ട്രാൻസ്മിറ്റ് ദി മെസ്സേജ് ടു നെക്സ്റ്റ് നോഡ്. Each message switching node receive the entire message in its entire on disk and then transmit the message to next node. Another one, if the next node does not have enough resource to accommodate large size message, the message is stored and switched. This types of network is called store and forward networks. Another, message switching is very slow because of store and forward technique. Next point, message switching is not recommended for real time application like voice and video. ഇതൊക്കെയാണ് മെസ്സേജ് സ്വിച്ചിങ്ങിൻ്റെ കുറിച്ചുള്ളത്. ഇനി നമുക്ക് അതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് നോക്കാം. അഡ്വാൻറ്റേജസ്, channel efficiency can greater compared to circuit switched systems because more devices are sharing this channel. Next point, traffic congestion can be reduced because message may be temporarily stored en route. മൂന്നാമത്തെ പോയിന്റ്, മെസ്സേജ് priority can establish due to store and forward techniques. In disadvantages, message switching is not compatible with interactive application. Store and forward devices are expensive because they must have large disk to hold potential long messages. Message switching is very low because of store and forward technique. Message switching is not recommended for real-time application like voice and video. ഇതാണ് മെസ്സേജ് സ്വിച്ചിങ്ങിൻ്റെ ഡിസഡ്വാൻറ്റേജ്. ഇനി നമുക്ക് അടുത്ത പാക്കറ്റ് സ്വിച്ചിങ്ങിലേക്ക് പോകാം. പാക്കറ്റ് സ്വിച്ചിങ്. ഇൻ പാക്കറ്റ്, മെസ്സേജ് ആർ ഡിവൈഡ് ഇൻടു സ്മോളർ പീസസ് കോൾഡ് പാക്കറ്റ്സ്. ഈച്ച് പാക്കറ്റ്സ് ഇൻക്ലൂഡ് സോഴ്സ്, ഡെസ്റ്റിനേഷൻ and intermediates node address information so that individual packet can be routed through internet work independently.
It is easier for intermediate networking device to store small size packets, and they do not take much resource either on carrier path or in the internal memory of switching. ഇതാണ് പാക്കറ്റ് സ്വിച്ചിങ്. എന്താണ് പാക്കറ്റ് സ്വിച്ചിങ്ങിൻ്റെ കാര്യങ്ങൾ. ഇനി നമുക്ക് അതിൻ്റെ ഡിഫറൻസ്, നമുക്ക് മൂന്നിൻ്റെ ഡിഫറൻസ് ഒന്ന് ചെക്ക് ചെയ്യാം. സർക്യൂട്ട് സ്വിച്ചിങ്ങിൻ്റെ, മെസ്സേജ് സ്വിച്ചിങ്ങിൻ്റെ, പാക്കറ്റ് സ്വിച്ചിങ്ങിൻ്റെ. സർക്യൂട്ട് സ്വിച്ചിങ്, ദർ ഇസ് എ ഫിസിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ ട്രാൻസ്മിറ്റർ ആൻഡ് റിസീവർ. അതിന് നോ ഫിസിക്കൽ പാത്ത് ഈസ് സെറ്റ് ഇൻ അഡ്വാൻസ് ബിറ്റ്വീൻ ട്രാൻസ്മിറ്റർ ആൻഡ് റിസീവർ. മറ്റേ പാക്കറ്റ് സ്വിച്ചിങ്ങിൽ നോ ഫിസിക്കൽ പാത്ത് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ബിറ്റ്വീൻ ട്രാൻസ്മിറ്റർ ആൻഡ് റിസീവർ. ഇനി അടുത്ത പോയിന്റ് നോക്കാം. ഓൾ ദ പാക്കറ്റ് യൂസസ് ദ സെയിം പാത്ത്. സർക്യൂട്ട് സ്വിച്ചിങ്ങിൽ. മെസ്സേജ് സ്വിച്ചിങ്, പാക്കറ്റ്സ് ആർ സ്റ്റോർഡ് ആൻഡ് ഫോർവേഡഡ്. പാക്കറ്റ് സ്വിച്ചിങ്ങിൽ പാക്കറ്റ് ട്രാവൽ ഇൻഡിപെൻഡൻ്റ്ലി. ആൻഡ് സർക്യൂട്ട് സ്വിച്ചിങ് നീഡ് ആൻ end-to-end path before the data transmission. Any message switching point, no need of end path before data switching. Packet switching combo, no need of end-to-end before data transfer. Any circuit switching മൂന്നാമത്തെ point reserves the entire bandwidth in advance. Message switching does not reserve the bandwidth in advance. Packet switching does not reserve the bandwidth in advance. Fourth point, waste of bandwidth is possible. No waste of bandwidth is possible. Message switching, packet switching, no waste of bandwidth. Any ആറാമത്തെ പോയിന്റ് നോക്കാം. ഇറ്റ് cannot support store and forward transmission. സർക്യൂട്ട് സ്വിച്ചിങ്ങിൽ. ഇനി മെസ്സേജ് സ്വിച്ചിങ്ങിൽ ഇറ്റ് സപ്പോർട്ട് സ്റ്റോർ ആൻഡ് ഫോർവേഡ് ട്രാൻസ്മിഷൻ. ഇനി പാക്കറ്റ് സ്വിച്ചിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ ഇറ്റ് സപ്പോർട്ട് സ്റ്റോർ ആൻഡ് ഫോർവേഡ് ട്രാൻസ്മിഷൻ. ഇനി സെവൻത്ത് പോയിന്റിലേക്ക് പോവാം. നോട്ട് സ്യൂട്ടബിൾ ഫോർ ഹാൻഡ്ലിംഗ് ഇൻറ്ററാക്റ്റീവ് ട്രാഫിക്. ഇനി മെസ്സേജ് സ്വിച്ചിങ്ങിലേക്ക് പോകാൻ സൂട്ടബിൾ ഫോർ ഹാൻഡ്ലിംഗ് ഇൻറ്ററാക്റ്റീവ് ട്രാഫിക്. പാക്കറ്റ് സ്വിച്ചിങ്ങിലേക്ക് പോകുകയാണെങ്കിൽ സൂട്ടബിൾ ഫോർ ഹാൻഡ്ലിംഗ് ഇൻറ്ററാക്റ്റീവ് ട്രാഫിക്. നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്, നമ്മുടെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു.